മംഗളവാർത്താക്കാലം 3-ാം ഞായർ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സ്നാപക യോഹന്നാന്റെ ജനനം. യോഹന്നാൻ എന്ന പേരിന്റെ അർത്ഥം ദൈവം കാരുണ്യവാനാണ് എന്നാണ്. മനുഷ്യനോടുള്ള ദൈവത്തിന്റെ കാരുണ്യമാണ് സൃഷ്ടപ്രപഞ്ചം മുഴുവനും. അതിലെ ഓരോന്നിനും പേര് നൽകാനുള്ള അധികാരം ദൈവം ആദത്തിന് നൽകി. എന്നാൽ ദൈവം നേരിട്ട് ഇടപെടുന്ന ചില വിഷയങ്ങൾക്കും വ്യക്തികൾക്കും ദൈവം തന്നെ നേരിട്ട് പേര് നൽകുന്നു. യോഹന്നാൻ എന്ന കുഞ്ഞിന് പേര് നൽകണമെന്ന് ഗബ്രിയേൽ ദൂതൻ വഴി ദൈവമാണ് സക്രിയായ്ക്ക് നിർദ്ദേശം നൽകിയത്. വാർദ്ധക്യത്തിൽ അവർക്ക് നൽകിയ ഈ കുഞ്ഞ് ദൈവത്തിന്റെ കാരുണ്യമാണ്. ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനെ നൽകി എന്നത് ദൈവത്തിന്റെ കാരുണ്യമാണ്. 400 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പ്രവാചകനായി അവനെ തിരഞ്ഞെടുത്തുയർത്തിയത് ദൈവത്തിന്റെ കാരുണ്യമാണ്. രക്ഷകന്റെ മുന്നോടിയാകാൻ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് ദൈവത്തിന്റെ കാരുണ്യമാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനാണ് എന്ന പുത്രൻ തമ്പുരാന്റെ വിലമതിക്കാനാവാത്ത പ്രശംസ ദൈവത്തിന്റെ കാരുണ്യമാണ്. സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നിട്ടും സക്രിയായുടെ ഭാര്യ എലിസബത്തിനെയും കുഞ്ഞിന്റെ പേര് യോഹന്നാൻ എന്നാണെന്ന് പറയാൻ ഇടയാക്കിയതും വന്നുകൂടിയ സകലരുടെ മനസ്സിലും ഈ കുഞ്ഞ് ആരായി തീരും എന്ന് അത്ഭുതമുളവാക്കിയതും ദൈവത്തിന്റെ കാരുണ്യമാണ്. ഓരോ കുഞ്ഞും ദൈവത്തിന്റെ കാരുണ്യമാണ്. ആത്മാവും ശരീരവും സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു ജീവനാണത്. ആ കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഓരോ കുഞ്ഞിലും ദൈവം നിക്ഷേപിച്ചിട്ടുള്ള അനന്ത സാധ്യതകളാണ് ഈ പദ്ധതി. ഈ അർത്ഥത്തിലാണ് കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ വളർത്താൻ ഏൽപ്പിച്ച നിക്ഷേപങ്ങളാണ് എന്ന് വിശുദ്ധ ചാവറയച്ചൻ പറയാൻ കാരണം. കുഞ്ഞുങ്ങളിൽ ദൈവം ഒളിപ്പിച്ചു വെച്ച അനന്തമായ ഈ ദൈവിക പദ്ധതി മറന്ന് സ്വന്തം സ്വാർത്ഥതയ്ക്കും ഇഷ്ടത്തിനും പ്രാമുഖ്യം നൽകി കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനാൽ അവരിലെ പരിമിതി കുഞ്ഞുങ്ങളുടെ സ്വാഭാവിക വളർച്ചയെ ബാധിക്കുകയും ചരട് പൊട്ടിപ്പോയ പട്ടം പോലെ നിയന്ത്രണം വിട്ട് ലക്ഷ്യം തെറ്റി ആ ജീവിതം അവസാനിക്കുകയും ചെയ്യുന്നു. ലക്ഷ്യം മറന്ന് ജീവിക്കുന്ന മക്കൾ ഇന്ന് പല കുടുംബങ്ങളുടെയും തീരാവേദനയാണ്. സക്രിയ മൂകനായിരിക്കെ എലിസബത്തിനും കുഞ്ഞിന് യോഹന്നാൻ എന്ന പേര് നൽകണമെന്ന ഉത്ബോധം ഒരുപോലെയുണ്ടായി എന്നത് മറ്റൊരു ചിന്താവിഷയമാണ്. അവരുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള പൊരുത്തമാണ് ഇതിൽ വെളിവാക്കപ്പെടുന്നത്. പരസ്പര ധാരണയുള്ള കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ദൈവം ഇടപെടും. രണ്ടുപേർ ഒരേ മനസ്സോടെ ഒരുമിച്ച് കൂടുന്നിടത്ത് ദൈവം കടന്നു വരുമെന്നും കോലാഹലങ്ങളും ശത്രുതയുമുള്ളിടത്തു നിന്ന് ദൈവം ഇറങ്ങിപ്പോകുമെന്ന യാഥാർത്ഥ്യം ഇവിടെ ഓർത്തിരിക്കേണ്ടതാണ്. നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി സന്തോഷം പൂർണ്ണമാക്കുവിൻ. ആ ദമ്പതികളുടെ സന്തോഷം അവരുടെ ചാർച്ചക്കാരുടെയും അയൽപ്പക്കക്കാരുടെയും സന്തോഷമായിരുന്നു. കുഞ്ഞ് പിറന്നതറിഞ്ഞ് അനേകം പേർ അവിടേക്ക് ഓടിയെത്തുന്നു. ഈ അത്ഭുത ശിശുവിനെ കാണാനും ദമ്പതികളെ അനുമോദിക്കുവാനുമായി അവരെല്ലാവരും ആ കുടുംബത്തിൽ ഒന്നിച്ചു കൂടുന്നത് ചുറ്റുപാടുമുള്ളവരോട് അവർ വച്ചു പുലർത്തുന്ന തീവ്രമായ ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഊഷ്മളതയാണ് അവർക്ക് പിറന്ന കുഞ്ഞ് തങ്ങളുടെ കൂടെ പിറന്നതാണെന്ന രീതിയിൽ ഒന്നിച്ചു കൂടാനും സന്തോഷം പങ്കുവെക്കാനും ഇടയാക്കിയത്. മറ്റുള്ളവരുടെ നന്മയും വളർച്ചയും നമ്മിൽ ഉണർത്തുന്നത് അസൂയയും കുറ്റം പറച്ചിലുമാണെങ്കിൽ സമൂഹത്തിൽ അത് ഐക്യമല്ല, ഭിന്നതയാണ് ഉണ്ടാക്കുക. രണ്ടുപേർ ഒന്നിച്ചു കൂടുന്നിടത്ത് മറ്റുള്ളവരുടെ കുറ്റവും കുറവുമായിരിക്കും നമ്മുടെ സംസാര വിഷയം. കേട്ടിരിക്കാൻ രസമുള്ളതാണെങ്കിലും വലിയ അനൈക്യമാണ് ഇത് വ്യക്തികൾക്കിടയിൽ ഉണ്ടാക്കുക. ചെല്ലുന്നിടത്തെല്ലാം കുറ്റം പറഞ്ഞു നടക്കുക എന്നത് ചിലരുടെ ഒരു സ്വഭാവ ന്യൂനതയാണ്. വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ നാളെ നീ തന്നെയായിരിക്കും അവരുടെ ഇര. രാഷ്ട്രീയത്തിലും മതങ്ങൾക്കിടയിലും സഭാ സമൂഹത്തിലും വിദ്വേഷ പ്രചരണം നടത്തി മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന പ്രവണത ലോകമെങ്ങും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. സ്നേഹം, ഐക്യം, കൂട്ടായ്മ എന്നിവയിൽ പോലും ഉപഭോഗ പ്രവണതയും സ്വാർത്ഥതയും കടന്നുകൂടിയിരിക്കുന്നു. വാർദ്ധക്യത്തിൽ പിറന്നു വീണ ഈ കുഞ്ഞ് ആരായി തീരും എന്ന് ഓടിക്കൂടിയവർക്കിടയിലെ സന്ദേഹം ഒരുപക്ഷെ ഇവനായിരിക്കാമോ വരാനിരിക്കുന്ന രക്ഷകൻ എന്നുവരെ വളർന്നു വികസിച്ചിരിക്കാം. എന്നാൽ അവന് ജന്മം നൽകിയ സക്രിയായ്ക്ക് അവന്റെ പിറവിയെക്കുറിച്ച് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിനെ വഴിയൊരുക്കാൻ അവനു മുമ്പേ നീ പോകും. ഇത് ന്യായമായ ഒരു പ്രവചനമായിരുന്നുവെന്ന് പിന്നീടുള്ള അവന്റെ ജീവിതം തെളിയിച്ചു. സ്വാർത്ഥതയും അതിമോഹവും ഇല്ലാത്ത യോഹന്നാൻ ചിന്തിച്ചത് താൻ അല്പം ചെറുതായാലും വഴിയൊരുക്കാൻ വന്നവന്റെ വളർച്ച തന്റെയും വളർച്ച എന്നായിരുന്നു.
അവന്റെ എളിമയിൽ ദൈവം അവനെ ഉയർത്തി. ലോക അവസാനം വരെ അവന്റെ പേര് നിലനിർത്തി. സ്വയം താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന വചനം അവനിൽ അനർത്ഥമായി. പേരിനും പെരുമയ്ക്കും സ്ഥാനത്തിനും അംഗീകാരത്തിനും വേണ്ടി ഓടി നടക്കുന്ന ലൗകിക വ്യക്തിത്വങ്ങൾക്കുള്ള ഒരു ചോദ്യചിഹ്നമാണ് യോഹന്നാന്റെ ജീവിതം.